എന്തോന്നാ മാമച്ചായ ഒരു ക്രാവിയും നോട്ടവും പടിവി. കാലത്തെ പോലീസിന് കൊണ്ടുവന്ന് നോക്കിച്ചിട്ട് തൃപ്തിയായില്ലായിരിക്കും. പിന്നെ ഒരു പരിശോധന. അത് ഞാൻ ഇവിടെ വന്നിട്ടില്ല മാമച്ചായ. ഞാൻ ആരെയും ഒളിപ്പിച്ചു വെച്ചിട്ടുമില്ല. ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. കണ്ടോ, പിന്നെ മാമച്ചായൻ എന്നോടാ ദേഷ്യം. എനിക്ക് ആരോടൊന്നുമില്ല. മുതല് മോഷണം പോയവന്റെ മനസ്സിലെ മോട്ടിക്കണവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവന്റെ പെണ്ണുമ്പോഴോട് പറഞ്ഞിട്ട് ഒട്ടും കാര്യമില്ല. പിന്നെ കൊള്ളി കേട്ടോ, അങ്ങേര് ഇവിടെങ്ങാനും കൊണ്ടുവച്ച 3 തരം ഞാൻ എടുത്ത് മാമച്ചായന് തരാം. ആ അതെന്തിനാ നീ എടുത്തു തരുന്നേ? എന്റെ മനസ്സലിഞ്ഞിട്ട്. എന്തിന്? നിങ്ങളുടെ ആദ്യ കണ്ടിട്ട്. ഓ അല്ലേലങ്ങ് പോട്ടെ നോക്കണം. ഒരു മൊന്തയും കിണ്ടിയും കുടും ചെരുവും തന്നല്ലോ. ആ നിങ്ങൾക്കത് നിസ്സാരം. കഷ്ടപ്പെട്ട് ഉണ്ടാക്കണവന് എന്റെ വില അറിയാം, മോട്ടിക്കണവൻ അറിയാല. പെണ്ണുങ്ങൾ മാത്രമുള്ള വീടിന്റെ നടയിൽ വന്നു നിന്ന് വെറുതെ പള്ളു പറയാതെ എന്റെ മാമച്ചായ. സന്ധ്യയാകുകയാണല്ലോ. അതെ, ആ കൈമളെ വിട്ട് കാണാനും ഇല്ലല്ലോ. ആ താൻ പോയി ഒരു കാപ്പിയോ കടിയോ എന്തെങ്കിലും കഴിച്ചിട്ട് വാ. എന്താ കൈ കാശൊന്നും ഇല്ലേ? താൻ പോയി കാപ്പി കുടിച്ചോണ്ട് വാ. ഏതായാലും ഇത്ര നേരം നിന്നല്ലോ, ഇനിയിപ്പോ ഇത് വിറ്റിട്ട് മതി. ഏത് കടയിലാ പോയേക്കുന്നേ? ഞാൻ വേണേ പോയെന്ന് അന്വേഷിക്കാം. കൈമളയല്ലേ? അതാണ് കട നമ്മുടെ തന്നെയാ. പക്ഷെ എതിലേക്കാ പോയെന്നുള്ള കാര്യമാണ്. 14 കടയാ, അതും 14 ഇടത്ത്. എല്ലാത്തിന്റെയും കണക്കും കാര്യവും ഒക്കെ കൈമളുടെ കയ്യിലും. അയാൾ എവിടെ പോയെന്നോ എന്തിനു പോയെന്നോ ഒക്കെ അങ്ങേർക്കേ അറിയൂ. ഏതായാലും ഒരു കാര്യം ചെയ്യും, കേറി നോക്കിക്കോ. കൂട്ടത്തിൽ നിന്ന് തന്റെ സഭ ഏതാണെന്ന് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റൂ. പറ്റും. ആ അങ്കി വാ. ഞാൻ അങ്ങനെ ആരെയും ഇതിനകത്ത് കേറ്റാറില്ല. ഇല്ലേ? കൂടിയ പാമ്പ് ഇതിനകത്ത് അപ്പിടി പാമ്പാ. നമ്മുടെ കൈമളുടെ അമ്മാവൻ അവിടെ വെച്ച് ഒരു ശബ്ദം മുറിച്ചാകുക. അപ്പന്റെ കയ്യിൽ നിന്ന് ഞാൻ കടയേറ്റി പിന്നെ ആ ബൾപ്പിട്ടത്. പിന്നീട് പാമ്പുകളിലും വലിയ കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല. 1 or 2 ചില്ലറ കൊത്ത് നടന്നു കാണും. നിന്റെ മൊന്തയും കണ്ടി ഈ കാറ്റിനകത്ത് എവിടെയോ കിടപ്പുണ്ട്. നോക്കിയെടുക്ക. കിട്ടിയില്ലെങ്കിൽ വന്ന് എന്നോട് പറ. ഇതുപോലെ വേറെ 3 ഗോഡൗൺ കൂടിയുണ്ട്. എതിലാണ് കൊണ്ട് ഇട്ടതെന്നുള്ളത് ഇനിയിപ്പൊ കൈമൾക്കേ അറിയാവൂ.
മുതലാളി എല്ലാം കുഴപ്പമായി. എന്ത് പറ്റി? പോലീസ് ഇപ്പൊ കടവളെ. ഞാൻ മുൻവശത്തെ തട്ടിയിട്ടു. ലൈറ്റ് വാങ്ങിച്ചു. അവർ വന്നു? ഇല്ല, വരുന്നു. എന്തോ ഒരു പെടാഭാഗ്യത്തിന് എനിക്ക് സ്വല്പം മുമ്പേ അറിവ് കിട്ടി. അതുകൊണ്ട് തട്ടിയിടാനെങ്കിലും പറ്റി. ആരെയാണ് ഈ സൈക്കിള്? ആരെയാണ് ആ സൈക്കിൾ എടുത്ത് മാറി കരുതാ? വേണമെങ്കിലും ചവിട്ടി പിടിച്ചു നോക്കാം. ഓരോ മണ്ടത്തിലും പറയാതെ എനിക്ക് പിന്നെ എങ്ങനെയാ പുറത്ത് കൂട്ടുന്നേ? ആ കുത്തി പൊളിക്കാന്ന് വെച്ചാൽ തന്തേരാ സംഘടനയുടെ പ്രസിഡന്റോ ഖജാൻജിയോ ഏതാണ്ടൊക്കെയാ. മോളിൽ ഓർഡറില്ലായിരുന്നു പറഞ്ഞ് അവൻ കാലത്തെ അസംബ്ലിയിൽ ഇട്ടിരിക്കാനേ പിന്നെ ഞാൻ അതിന്റെ പുറകെ കിടന്നു. എങ്ങനാ പുറത്തോട്ട് പൂട്ടിച്ചേർന്ന്? പണ്ട ഞാൻ പൂട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ കണ്ടോ എന്റെ കടയിൽ പൂട്ടുണ്ടോ? എഴുന്നേര് പവിത്ര. നമ്മൾ രണ്ടിന് ആരാണ്ടയുടെ ഭാഗ്യം. ഭാഗ്യമൊന്നുമല്ലേ, ബുദ്ധിയുടെ ശക്തിയാണ്. അല്ല പിന്നെ ഇങ്ങനെയുണ്ടോ ഒരു വാതിലും പൂട്ടും? നല്ലേ, ഇനി നീ പൊയ്ക്കോ. ഇതാ സൈക്കിൾ കയറി കൊടുത്തേരെ. വണ്ടി പോയി എന്ന് പറ. വല്ല കടലെടുത്തുന്നോ മറ്റോ കേട്ടോ. പാത്രത്തിന് മതിയാവേ? മതിയാവേ. നീയും എടുത്തോ. നിന്റെയും ഒരു ദിവസം മെനക്കേടല്ലേ? അല്ല ശരിയായേ? അപ്പോ ഇനി ഇന്ന് സമയം കളയാതെ നീ പൊയ്ക്കോ. 1882 സർ റിപ്പൺ പ്രഭു ഹണ്ടറുടെ നേതൃത്വത്തിൽ ഒരു പ്രാഥമിക വിദ്യാഭ്യാസ സൗകര്യം കമ്മീഷൻ ഏർപ്പെടുത്തി. പ്രാഥമിക വിദ്യാലയങ്ങളുടെ നടത്തിപ്പിന് പ്രാഥമിക വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക. പ്രാഥമിക വിദ്യാലയങ്ങളുടെ എന്തേടി എന്റെ ചേച്ചി? അകത്തുണ്ട്. ആരാടിയകത്ത്?